ചോദ്യം നമ്പർ 422 ശ്രീ IB സതീഷ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സാർ, ബാഹ്യ ഇടപെടലുകളില്ലാതെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് ഗതാഗത മേഖലയിൽ ഓട്ടോമേറ്റഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുക. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസൃതമായി സംസ്ഥാന ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സ്റ്റേഷനുകൾ സ്വകാര്യ മേഖലയിൽ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് റവന്യൂ ഷെയർ മോഡൽ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതും ഇത്തരത്തിൽ പുതിയ 19 ATS സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഇത് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ അടക്കമുള്ള ഒരു ദീർഘമായ ഉത്തരമാണ്. ടേബിൾ ചെയ്യാം, മറ്റു ചോദ്യങ്ങൾ ചോദിക്കാം. ശ്രീ IB സതീഷ്. സർ, സംസ്ഥാനത്ത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത്? എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് സംവിധാനത്തിൽ വരുത്തിയിട്ടുള്ളത്? മിനിസ്റ്റർ. ഇത് പ്രധാനമായിട്ട് വണ്ടികളുടെ പരിശോധനയാണ് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വണ്ടിയുടെ ഫിറ്റ്നസ്സാണ്. ഫിറ്റ്നസ് പരിശോധന സുതാര്യമാക്കുന്നതിനും ഈ മാനുവലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കപ്പുറം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും വണ്ടിയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ പാസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥന്മേലിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ലാതെ മാനുവലായിട്ടുള്ള പരിശോധനകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് വണ്ടിയുടെ നിലവാരം, ക്വാളിറ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇടയാവും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിന് ശേഷമുള്ള അപകടങ്ങൾ ഒഴിവാകും. അതുപോലെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സിസ്റ്റവും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് ഘട്ടം ഘട്ടമായി അതുകൂടി നടപ്പിലാക്കി കഴിയുമ്പോൾ ഈ ലൈസൻസിങ് എളുപ്പമാവും. മാനുവൽ നടപടിക്രമങ്ങളിൽ ഓട്ടോമേറ്റഡായി ആക്കി മാറ്റും. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ കുറയാനും നല്ല നിലവാരത്തിലുള്ള ലൈസൻസുകൾ ഉണ്ടാവുകയാവും. വണ്ടിയുടെ ഫിറ്റ്നസ് വളരെ കൃത്യതയുള്ളതായിരിക്കും ഈ ഓട്ടോമേറ്റഡായിട്ട് വരുമ്പോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, അപകടങ്ങൾ ഒഴിഞ്ഞ നിരത്തുകളും പുതിയ ഡ്രൈവിംഗ് സംസ്കാരവും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. KSRTC തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നാണ് കരുതുന്നത്. പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ഈ ലക്ഷ്യം കൈവരിക്കാനായിട്ടുണ്ടോ? ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മിനിസ്റ്റർ. സർ, KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വളരെ നല്ല പ്രതികരണമാണുള്ളത്. ഏറ്റവും നല്ലൊരു സംവിധാനമാവുകയും തിയറി പഠിപ്പിക്കുക, പിന്നെ സിമുലേറ്ററിൽ പഠിപ്പിക്കുക, അതിനുശേഷം വണ്ടിയിൽ കയറ്റുക, വണ്ടിയുടെ ഉപകരണങ്ങളെക്കുറിച്ച് പരിശീലിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ KSRTC ഡ്രൈവിംഗ് സ്കൂള് മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് വളരെ വ്യത്യാസപ്പെടുകയാണ്. അപ്പോൾ ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് കൈതെളിയാൻ പണം ചിലവാക്കേണ്ടതില്ല. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖകരമായി അപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത ഉടനെ തന്നെ വണ്ടി, സ്വന്തം വാഹനം മെയിൻ റോഡിലേക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിരന്തരമായി KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തോൽപ്പിക്കുന്നതിന് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്കൂട്ടറിൽ 8 എടുത്താൽ കാല് താഴെ കുത്തരുതെന്നാണ്. കുത്തുന്നില്ല. പക്ഷേ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു ന്യായം, ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ, കുട്ടികൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂട്ടറിലെ യാത്രക്കാരൻ നിർത്തി നോക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. ആ നിർത്തുമ്പോൾ കാല് താഴെ കുത്തുന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം നടന്ന ടെസ്റ്റിൽ 9 പേരെയാണ് ഈ ഉദ്യോഗസ്ഥൻ തോൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം അട്ടിമറിക്കുന്നത്. അവരെ തോൽപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. ശ്രീ KV സുമേഷ്. സർ, ഈ നമ്മുടെ ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പലപ്പോഴും കാണുന്നത് കൃത്യമായ ഡ്രൈവിംഗ് അറിയാത്തൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. സർ, എൻ്റെ ചോദ്യം, ഈ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഗതാഗത വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. വളരെ നിലവാരം കുറഞ്ഞ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളും അവിടെ നിന്ന് യാതൊരു തരത്തിലും വണ്ടി ഓടിക്കാൻ അറിയാത്തവരെയും പുറത്ത് എങ്ങനെയെങ്കിലും ഒരു 8 എടുക്കുക, ഒന്ന് ഓടിക്കുക, കാണിച്ചു കൊടുക്കുക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ വിജയ ശതമാനം 52 കുറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റേ 78, 80, 85 ആയിരുന്നു വിജയ ശതമാനം. ഒരു ദിവസം 90%. 124 പേര് പരീക്ഷ എഴുതിയതിൽ 122 പേരെയും വിജയിപ്പിച്ച മോട്ടോർ വെഹിക്കിൾ AMEമാരും മോട്ടോർ വെഹിക്കിൾ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വളരെ കർശനമായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പരാജയപ്പെട്ടവർ വീണ്ടും എഴുതുന്നതുകൂടി ചേർത്താൽ തന്നെ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ വിജയ ശതമാനം 52 കുറച്ചിട്ടുണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. നല്ല നിലവാരമുള്ള ലൈസൻസുമായി റോഡിലിറങ്ങണം. അത് പറയുന്നതോട് തന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വളരെയധികം കഴിയുമെന്നുള്ളത്. നല്ല ഡ്രൈവിംഗ് സംസ്കാരമുള്ളവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിനുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം ഉയർന്നു തന്നെയാകണം. അതിന് മോഡലായിട്ടാണ് KSRTC വരുന്നത്.
പിന്നെ ഈ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ അദ്ദേഹം ചോദിച്ചതുപോലെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ വരുന്നതോടുകൂടി ഇത്തരം പേരുകളെല്ലാം അവസാനിക്കും. അതിനൊരു സ്റ്റാൻഡേർഡ് നിലവാരം ഉണ്ടാകും എല്ലാത്തിനും. ശ്രീ വി കെ പ്രശാന്ത്. ബഹുമാനപ്പെട്ട സ്പീക്കർ, സർ, ഈ 15 വർഷ കാലാവധി വരുന്നതോടുകൂടി ഈ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളടക്കം ഏത് നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? സർ, ഈ അങ്ങാരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂൾ വളരെ നല്ലൊരു സംരംഭമാണ്. പേർക്കട KSRTC ഡിപ്പോ പ്രദേശത്ത് ഈ സ്കൂൾ ആരംഭിക്കാൻ നടപടിയെടുക്കാമോ എന്നുകൂടി ചോദിക്കുകയാണ്. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട MLA അതിനുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് കാണിച്ചു തരികയും അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരെല്ലാം ചെയ്തതുപോലെ ഈ തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ 12 എണ്ണമാണ് തുടങ്ങാൻ തീരുമാനിച്ചത്. മറ്റ് MLA-മാരുടെ എല്ലാം ഒരു സഹകരണത്തിൻ്റെ ഭാഗമായി 21 എണ്ണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പേരൂക്കടയിൽ തീർച്ചയായിട്ടും അങ്ങൊരു ഇരിക്കാനുള്ള ക്ലാസ് മുറിയും എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറിയാണ്. അതിന് സാധനങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു ലാബ് സൗകര്യങ്ങളും സിമുലേറ്റർ വയ്ക്കാനുള്ള സൗകര്യം എല്ലാം അങ്ങനെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പായിട്ടോ ശരിയാക്കി തന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ തുടങ്ങാൻ കഴിയും. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അരിപ്പാട് അവിടെയും ഡ്രൈവിംഗ് സ്കൂൾ അനുവദിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങയുടെ മണ്ഡലത്തിൽ അങ്ങ് ശരിയാക്കി തന്നാൽ ഉടൻ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതായിരിക്കും. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, പുതിയ ഓട്ടോമേറ്റഡ് സംവിധാനം ഏർപ്പെടുത്തിയതുകൊണ്ട് അഴിമതി ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇന്ന് റോഡ് അപകടങ്ങൾ കൊണ്ട് നിരവധി ജീവനുകൾ പൊലിയുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതിൽ ഒരു പദ്ധതി പുതിയതായിട്ട് സേഫ് കേരള പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയിട്ട് കർക്കശമായിട്ടുള്ള പരിശോധനകളല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാരുടെ കുറവുണ്ട്, അത് പരിഹരിക്കുന്നതിന് വല്ല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊരു ശക്തമായ ഇടപെടലുകൾ നമ്മുടെ മന്ത്രിയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് എല്ലാം അറിയുന്ന ഒരു ആളാണ് അദ്ദേഹം. ഹെവി വെഹിക്കിൾ കൂടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുണ്ടായിരുന്ന മുഴുവൻ പോസ്റ്റുകൾ AMA-മാരെ പോസ്റ്റിലേക്കുള്ള PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSC അത് സെലക്ട് ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവരെ ട്രെയിനിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകും. വാഹനങ്ങളുടെ കുറവുണ്ടായിരുന്നു, അത് പ്രത്യേകമായ നടപടി എടുത്തുകൊണ്ട് 72 വാഹനങ്ങൾ 20 വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി 52 വാഹനങ്ങൾ കൂടി വാങ്ങുകയാണ്. ഈ വാഹനങ്ങളിലെല്ലാം ഹൈടെക് ക്യാമറ വയ്ക്കുകയാണ്. വണ്ടിയുടെ മുന്നിൽ നടക്കുന്ന എല്ലാ ഒഫൻസുകളും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള നടപടിയാണ്. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒഫൻസുകൾ മുഴുവൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന അപകടങ്ങൾ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ മത്സര ഓട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടിയന്തരമായി അവിടുത്തെ പോലീസ് കമ്മീഷണർമാരുമായി ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥരും ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗ് ഇരുന്നതോടുകൂടി കർശനമായ നിലപാടെടുക്കുകയും ഇത്തരം അപകടകരമായി വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ ഈ മത്സര ഓട്ടം നിയന്ത്രിക്കാനുള്ള കർശന നടപടി സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പോലീസ് വകുപ്പിൻ്റെയും മോട്ടോർ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരിക്കും ഈ നടന്നത്. ഈ പ്രധാനമായി ഈ 3 സ്ഥലങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് വരും. ഇനി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് മോട്ടോർ സൈക്കിൾ കൊടുക്കുക. ഒരു ഡ്യൂട്ടിക്ക് 4-5 പേര് പോകേണ്ട കാര്യമില്ല, ഒരാൾ പോയാൽ മതി. അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ കൊടുക്കുകയാണ്. സാമ്പത്തിക ലാഭം കൂടിയുണ്ട്. അപ്പോൾ അതിലും ക്യാമറ പിടിപ്പിക്കും. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാൻ തീരുമാനിച്ചു. ശ്രീ പി ഉബൈദുള്ള. സർ, മലപ്പുറം RT ഓഫീസിൽ വരുന്ന 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പോയിൻമെൻറ്റ് ലഭിച്ച 5256 പേരും യാതൊരുവിധ അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെ 10656 പേരും ലൈസൻസ് ടെസ്റ്റിനായി കാത്തു നിൽക്കുകയാണ്. 6 മാസത്തേക്കെങ്കിലും ഒരു ബാച്ച് കൂടി കിട്ടിയാലേ നിലവിലുള്ള അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയും. നിലവിൽ മലപ്പുറത്ത് 4 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും 4 അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമാണുള്ളത്. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും മറ്റേതെങ്കിലും ഓഫീസിൽ നിന്ന് താൽക്കാലികമായി വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലെങ്കിലും 6 മാസത്തേക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രമേ മലപ്പുറത്തെ പെൻഡിങ് തീർക്കാൻ പറ്റുള്ളൂ. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. മലപ്പുറത്തെ പെൻഡിങ് സർ, ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാത്രമല്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഓഫീസുകളിൽ വലിയ ഒരു പെൻഡൻസി എല്ലാ കാര്യത്തിലും കിടക്കുകയാണ്. അപ്പം പ്രധാനപ്പെട്ട 5 സേവനങ്ങൾ ഓഫീസുകൾ ഡിവൈഡ് ചെയ്ത് കേരളത്തിലെ കഴിഞ്ഞ ദിവസം സഭയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതോടെ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ വർക്ക് ലോഡ് അങ്ങ് ഒഴിവാകും, പരിപൂർണ്ണമായിട്ട് ഒഴിവാകും. ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് പരമാവധി ഒരു 5 ഫയൽ കൂടുതൽ കാണില്ല ഒരു ദിവസം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ബാച്ചിനെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ വെച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇനിയും അഡീഷണലായിട്ട് അനുവദിക്കാൻ തയ്യാറാണ്. എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നിയമിക്കാം. അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം കൊടുത്തു. ഏറ്റവും ബാക്ക്ലോഗ് ഉള്ള 2 ജില്ലകൾ മലപ്പുറം ജില്ലയും തൃശ്ശൂർ ജില്ലയാണ്. ഈ 2 ജില്ലകളിലേക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരിട്ടെത്തുകയും ഓഫീസിലെ ഡിലേയും ബാക്ക്ലോഗും പരിഹരിക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഹരിക്കാനും അദ്ദേഹത്തിന് നേരിട്ട് പോയി നടപടിയെടുക്കാൻ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ കെ പി മോഹനൻ. നിലവിലെ മോട്ടോർ വാഹന
വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഫിറ്റ്നസ് പരിശോധിക്കാനായി എന്തൊക്കെ ഉപകരണങ്ങളാണ് നൽകിയിട്ടുള്ളതെന്നും അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും പരിശോധനയ്ക്കായി പ്രത്യേക സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് വിശദമായി. നിലവിൽ അവർ ഉപകരണങ്ങളൊന്നും വെച്ച് പരിശോധിക്കുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാം മാനുവലാണ്. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം വരാത്തത് കൊണ്ട് മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോഴുള്ള പല തകരാറുകളുമുണ്ട്. പലപ്പോഴും ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടി തൊട്ടടുത്ത ദിവസം തന്നെ അപകടം ഉണ്ടാക്കുന്നുള്ള ആരോപണങ്ങളൊക്കെ പല കാലത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്ററുകളിലേക്ക് പോകും. അതിനുള്ള ടെൻഡർ വിളിക്കുകയാണ്. 18 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്ററുകൾ പണിതെങ്കിലും പൂർത്തിയാക്കാനോ നടപ്പിലാക്കാൻ പണി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഈ 3 സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്താനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല. 6 സ്ഥലങ്ങളിൽ ഭാഗികമായി മാത്രമാണ് പണി പൂർത്തിയായി കിടക്കുന്നത്. 19 സ്ഥലങ്ങളിൽ പുതുതായി തുടങ്ങേണ്ടത്. ഈ 19 സ്ഥലങ്ങളിലേക്ക് ഒരു പ്രത്യേക ടെൻഡറാണ് ഈ ഞാൻ പറഞ്ഞ ഒരു ബിൽഡ് ഓൺ ഓപ്പറേറ്റ് റവന്യൂ ഷെയറിംഗ് വ്യവസ്ഥയിലും. രണ്ടാമത്തെ 6 പൂർത്തിയായതിൻ്റെ ഭാഗികമായി 6 പൂർത്തിയായതിൻ്റെ ബാക്കി പണി തീർത്തുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ടെൻഡർ വിളിക്കുന്നുണ്ട്. അതുപോലെ പൂർത്തിയായി കിടക്കുന്ന 3 അതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ എല്ലാം ചീത്തയായി കഴിഞ്ഞു, വെറുതെ കിടക്കുകയാണ് 3-4 കൊല്ലമായിട്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വീണ്ടും നടത്താനുള്ള കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ ടെൻഡർ പബ്ലിഷ് ചെയ്യുമെന്നാണ് എന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. അതിനുള്ള നിർദ്ദേശം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഈ 3 തരത്തിലുള്ള ടെൻഡർ വിളിച്ചുകൊണ്ട് ഓട്ടോമേറ്റഡ് സെൻറ്ററുകൾ ക്വാളിഫിക്കേഷൻ അതിനകത്ത് കൊട്ടേഷനിൽ പറയും. ഇപ്പം ഞാനിവിടെ പറയാൻ എനിക്ക് അതിനെ കറക്റ്റ് ഒരു അറിയത്തില്ല. ആ ടെൻഡർ വിളിക്കുമ്പോൾ കൃത്യമായി അത് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഈ അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മോത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. ആ മോത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളോടുകൂടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ 19 പുതിയതായി തുടങ്ങാൻ ടെൻഡർ വിളിക്കുന്നുണ്ട്. 6 പൂർത്തീകരിച്ച് നടത്താനും 3 പൂർത്തീകരിച്ച് നടത്താനുമായി നമ്മൾ ടെൻഡർ ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെറിയ സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിന് ചെയ്യേണ്ടതാണ്, ഉടനെ ചെയ്യുന്നത്. സർ, കഴിഞ്ഞ ദിവസം ലാത്വിയ എന്ന രാജ്യത്തേക്ക് ഡ്രൈവർ പോസ്റ്റുമായി ബന്ധപ്പെട്ടതായ ഒരു ജോലിക്ക് പോയ ഒരാൾക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കൈമാറിയ സമയത്ത് അതിൻ്റെ ഹോളോഗ്രാം ആക്സസബിലിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രശ്നം വന്നു. അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോളോഗ്രാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഹോളോഗ്രാം ഇൻ്റർനാഷണൽ ആക്സസബിലിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് പരിഹരിക്കാനുള്ള ശ്രമം അത് ബഹുമാനപ്പെട്ട അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹോളോഗ്രാം എന്ന സാധനത്തിന് ഒരിക്കലും ആക്സസിബിലിറ്റി ഇല്ല. ഒരു സ്റ്റിക്കർ മാത്രമാണ്. അത് നമ്മുടെ ഒരു ഓതൻറ്റിസിറ്റി തെളിയിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനകത്തൊരു QR കോഡുണ്ട്. ആ QR കോഡ് ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ഡിജിറ്റൽ ലൈസൻസ് കൂടെ QR കോഡ് കാണും. അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം വെളിയിൽ കൊടുത്ത് ഇപ്പോൾ അക്ഷയയിൽ കൊടുത്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആ QR കോഡ് ക്ലിയർ ആയിരിക്കണം. ആ QR കോഡാണ് സ്കാൻ ചെയ്യുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അറിയാൻ കഴിയും. ഈ ഹോളോഗ്രാം വേണമെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ അതിൽ ജനങ്ങളും ആ വലയിൽ വീടരുത്. ഹോളോഗ്രാം എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തലിൻ്റെ ഭാഗമായി നമ്മൾ അടിച്ചു കൊടുത്തിരുന്ന ഈ കാർഡിന് പുറത്ത് ഒട്ടിച്ചിരുന്ന ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കറിന് ഇതിനകത്ത് സ്റ്റിക്കർ റീഡ് ചെയ്യാൻ പറ്റില്ല. അത് റീഡ് ചെയ്തിട്ട് ഈ ഹോളോഗ്രാം അല്ല QR കോഡ് റീഡ് ചെയ്യുന്നതിൽ കൃത്യമായ ഇതുണ്ടാവണം. QR കോഡ് അപ്പോൾ QR കോഡാണ് വേണ്ടത്. QR കോഡ് കൃത്യമായി പതിഞ്ഞു വരുന്നുണ്ട്. ഡിജിറ്റൽ ലൈസൻസ് ആണെങ്കിൽ വളരെ ക്ലിയറാണ്. ആ QR കോഡ് അടിച്ചാൽ മതി. പക്ഷേ ഈ നമ്മളൊരു ലൈസൻസ് കിട്ടാൻ 10 മാസം 12 മാസം താമസിച്ചിരുന്ന കാലങ്ങളാണ്. അത് മാറിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് ലൈസൻസ് പാസ്സായാൽ ഉച്ചയ്ക്ക് 2:30 മണിക്ക് അപ്ഡേറ്റ് ചെയ്താൽ 2:35 മുമ്പേ നമ്മുടെ ഫോണുകളിൽ ലൈസൻസ് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നുള്ള നല്ലൊരു നേട്ടം തന്നെയാണ്. ഡോക്ടർ സുജിത്ത്. ഡോക്ടർ സുജിത്ത്, ചോദ്യം. QR കോഡ് വഴി കാണുമ്പോൾ വാഹൻ സാരഥി സൈറ്റിലേക്കാണ്. അവിടെ നിന്ന് ഇൻ്റർനാഷണലി സ്കാൻ ചെയ്യുമ്പോഴും നേരെ വാഹൻ സൈറ്റിലേക്കാണ് പോകുന്നത്. ഈ QR കോഡ് ഗവൺമെൻറ് സീറ്റ് ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് വാഹൻ സൈറ്റ്, ഇന്ത്യ ഗവൺമെൻറ് സൈറ്റ്. സർ, നമുക്ക് ഈ ലൈസൻസ് ഉള്ളവർക്ക് ഈ റോഡിൽ പാലിക്കേണ്ട ഒരു ബേസിക് എത്തിക്കേറ്റ് ഉണ്ട്. അത് പലരും അറിയത്തുപോലുമില്ല. പാർക്കിംഗ് സെൻസ് ഇല്ല, ഡ്രൈവിംഗ് സെൻസ് ഇല്ല. അപ്പോൾ ഇവരെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ തലത്തിലും അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓഡിയോ വിഷ്വൽ ക്ലാസ്സസ് നടത്തുന്നതിനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചു. സർ, KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ഇത് ചെയ്യുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ ഈ റിവേഴ്സ് പാർക്കിംഗ്, സൈഡ് പാർക്കിംഗ്, ഇങ്ങനെ പലതരം പാർക്കിംഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഇൻ്റർനാഷണലി ഉള്ളൊരു കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ റിവേഴ്സ് പാർക്കിങ്ങിനുള്ള ബോക്സ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ പുതിയ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ പല ഡ്രൈവിംഗ് സ്കൂളുകളും അപേക്ഷ തന്നിട്ടുണ്ട്. അവർക്ക് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ പുതിയ സെൻറ്റർ അവർക്കെല്ലാം കൊടുക്കുന്ന ഡിസൈൻ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡിസൈൻ മാറ്റാൻ വേണ്ടി എന്നുള്ളത് മാറ്റിക്കൊണ്ട് വണ്ടി റിവേഴ്സ് പാർക്കിങ്, സൈഡ് പാർക്കിങ്, അതുപോലെ സിക്സാഗായിട്ട് ഡ്രൈവ് ചെയ്യുക, പിന്നെ കയറ്റത്തിൽ നിർത്തി വണ്ടി എടുക്കണം. ആരും ചെയ്യാറില്ല. കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ പുറമോട്ട് ഇറങ്ങി വരികയാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ്
ഗ്രൗണ്ട് റെഡിയാക്കുകയാണ്. അതിന് ഇപ്പോൾ പുതുതായി അപേക്ഷിച്ച എല്ലാവർക്കും ഡ്രൈവിംഗ് സ്കൂൾ 3 ഏക്കർ വരെ എടുത്ത് വന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഇതാണ്. അപ്പോൾ പല ഭാഗത്തായിട്ട് ഇത് പഠിപ്പിക്കും. തിയറി ക്ലാസ് വേണം, ഓഡിയോ വിഷ്വൽ ക്ലാസ് മുറി KSRTC ഒരുക്കിയതുപോലെ എല്ലാവരും ഒരുക്കണം. ശ്രീ അൻവർ സാദ്. വളരെ സ്ട്രിക്റ്റ് ആക്കി സത്യം പറയാൻ നല്ല കാര്യം. കാരണം പലരും ലൈസൻസ് എടുത്തതിന് ശേഷമാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. സാറേ, ഞാനിവിടെ ചോദിക്കുന്നത്, സാറേ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ ആലുവയിൽ ഏകദേശം 4 ദിവസം ഫിറ്റ്നസ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അങ്കമാലിയും ആലുവയുടെ കുറേ ഭാഗമായിട്ട് ജോയിൻ്റ് ആർട്ടി. അവിടെ പക്ഷേ 3 ദിവസമാണ് ഫിറ്റ്നസ് ഉള്ളൂ. അപ്പോൾ ഏകദേശം വണ്ടിയുടെ എണ്ണം കുറവാണ്. അപ്പോൾ അത് ഈ ആലുവയിലെ പോലെ തന്നെ അങ്കമാലിയിലും ഞാനും റോജിയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ടെസ്റ്റ് ഇല്ലാത്ത ദിവസം ഇപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യം ചിലപ്പോൾ പറയും. അപ്പോൾ ടെസ്റ്റ് ഇല്ലാത്ത ഇത് ഉൾപ്പെടുത്തിയാൽ കൂടുതൽ വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുത്ത് നമുക്ക് വിടാൻ സാധിക്കും. അപ്പോൾ അങ്കമാലിയിൽ ആലുവയിൽ പോലെ 4 ദിവസം ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ സാധിക്കും. അത്തരത്തിൽ തീർച്ചയായിട്ടും അവിടെ പരിശോധിച്ച ശേഷം അത് ചെയ്തു തരാം. പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, എല്ലാ RTO ഓഫീസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ചില സ്ഥലത്ത് ഫിറ്റ്നസിൻ്റെ നമ്പർ കൂടുതലാണ്, ചിലത്ത് കുറവാണ്. RTO മാർക്ക് കർശനമായ നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഫിറ്റ്നസിന് ആൾ കൂടുതലാണെങ്കിൽ അവരെ ഓതറൈസ് ചെയ്തിട്ട് അടുത്ത സബ് RTO ഓഫീസിലേക്ക്, ഇപ്പോൾ കൊട്ടാരക്കരയിൽ തിരക്ക് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് പുനലൂരേക്കോ പത്തനാപുരത്തേക്കോ സജസ്റ്റ് ചെയ്ത് വിട്ടുകൊണ്ട് അന്ന് തന്നെ ടെസ്റ്റ് നടത്തി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് വരില്ല. ശ്രീ എം വിജയൻ ചോദ്യമില്ലേ? ശാന്തകുമാരി. സാർ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ നിരവധിയുണ്ട്. ഇപ്പോൾ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചൊക്കെ തന്നെ സ്കൂളുകൾക്കൊക്കെ നിരവധി സ്കൂൾ ബസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഇക്കാര്യത്തിൽ ഒരുക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വിശദീകരിക്കാമോ സാർ? സാർ, സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡിസംബറിലാണ് ആദ്യം ഫിറ്റ്നസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂൾ ബസ് ഡിസംബറിലും മെയ്യിലും ഫിറ്റ്നസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. ഇത്തവണ ഈ മെയ് മാസത്തിൽ എല്ലാ ബസ്സുകളും ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്യണം. എല്ലാ ബസ്സുകളിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ക്യാമറ വയ്ക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രൈവറ്റ് ബസ്സുകളിലും KSRTC ബസ്സുകളിലും വയ്ക്കുന്ന പോലെ എല്ലാ സ്കൂൾ ബസ്സുകളിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ, അപകട കാരണം എന്താണ്, കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച് ഡോറിൻ്റെ അവിടെ വരെ ക്യാമറ വയ്ക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചാണോ വണ്ടി ഇറക്കി വിടുന്നത് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിന് വരുമ്പോൾ മെയ് മാസത്തിൽ ഫിറ്റ്നസ് വരുമ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളിലും 3 ക്യാമറ 4 ക്യാമറ വെച്ചിരിക്കണം. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫിറ്റ്നസ് വളരെ കൃത്യമായി സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിൽ നോക്കും. ജൂൺ 1 മുമ്പ് എല്ലാ സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്തു കൊടുക്കും.